ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. സർവസംഗവിമുക്തനായ ഒരാള് ബ്രഹ്മജ്ഞാനത്തിനെ പ്രാപിക്കും എന്ന് പറഞ്ഞു ഭഗവാൻ. ഈ ജ്ഞാനം നേടിയെടുക്കണമെങ്കിൽ അതാദ്യം കേൾക്കണം. ഏകാന്തത്തിലിരുന്ന് മനനം നിധിധ്യാസനം ചെയ്യണം, എന്ന് വെച്ചാൽ ധ്യാനം ചെയ്യണം. ആ ധ്യാനം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ വിഷയം ഭഗവാൻ പറഞ്ഞത്. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തഃ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ സ്ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുതസ്യ ച വിവിക്തസേവീ ലഘ്വാശീ അഥവാ കായമാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ. നല്ല തെളിഞ്ഞ ബുദ്ധി കൊണ്ട് നിർമ്മലമായ ബുദ്ധി എന്ന് വെച്ചാൽ ഉപാസന കൊണ്ട് ഭക്തി കൊണ്ട് ഒക്കെ ബുദ്ധി ശുദ്ധമാണ്. അങ്ങനെ നിർമ്മലമായ ബുദ്ധിയോടുകൂടെ നല്ല വിൽപ്പവരോടുകൂടെ പതുക്കെ പതുക്കെ ഉപരമേത്ത് ഏകാന്തത്തിൽ ഇരുന്ന് ആത്മധ്യാനം ചെയ്യാനായിട്ട് ശീലിക്കാം. അതിന് പൂർവമായി ശബ്ദാദീൻ വിഷയാൻ സ്ത്യക്ത്വ, ഇതൊക്കെ നമ്മൾ രാവിലെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം. അത്രയും പുറത്തു നിന്നുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത ഏകാന്ത സ്ഥലത്ത് ഇരിക്കാം. രാഗദ്വേഷങ്ങൾ പുറമേക്ക് ഏകാന്തമായാലും ഉള്ളില് അറ്റാച്ച്മെന്റ് അവേർഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ രാഗദ്വേഷോ വിതസ്യച്ച അല്ലേ, കണ്ണും ചെവിയോ അടയ്ക്കാം, മനസ്സെങ്ങനെ അടയ്ക്കും? ഒരാൾ പറഞ്ഞു ഞാനിതാ ഏകാന്തത്തിൽ പോയി ഇരിക്കാൻ പോകും. അയാൾ ചെന്ന് ഏകാന്തത്തില് സർവകരണങ്ങളും പൂട്ടി ഇരുന്നു ധ്യാനിക്കാനെഴുതും. കാട്ടില് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു വലിയ വൃക്ഷത്തിന് ചുവട്ടില് ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് ചെന്ന് കണ്ണടച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കണം. ഇങ്ങനെ ഒരു പാദസരത്തിന് ശബ്ദം കേൾക്കണം. നോക്കുമ്പോൾ ആ വഴിക്ക് ഒരു റോഡുണ്ടല്ലോ, കാടാണെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ, ആ വഴിക്ക് ഒരു പെൺകുട്ടി അവളെന്തോ പണിയെടുക്കാൻ പോവുകയാണ്. അവൾ ആ വഴിക്ക് പോണു. അവളെ കണ്ടത് അയ്യയ്യേ ഛേ, ഈ ധ്യാനിക്കാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ വലിയ ഡിസ്റ്റർബൻസ് ആയിരിക്കണം. അതുകൊണ്ട് നാളെ മുതൽ കണ്ണ് അങ്ങനെ പൂട്ടിക്കളയാം എന്ന് പറഞ്ഞ് കണ്ണ് തുണിയിട്ട് കെട്ടിയിട്ട് ധ്യാനത്തിനാണ്. അപ്പോൾ ചെവിയുണ്ടല്ലോ, അപ്പോൾ കാലിലുള്ള പാദസരം ഇങ്ങനെ ശബ്ദം കേൾക്കണം. അപ്പോൾ പറഞ്ഞു ഇത് ശരിയാവില്ല. ചെവിക്ക് 2 പ്ലഗ് വെച്ചു, അതടച്ചു. ഇനി പ്രശ്നമൊന്നുമില്ല. അടുത്ത ദിവസം കറക്റ്റ് ധ്യാനത്തിൽ വന്നിരുന്നു. കറക്റ്റ് 8:45 ഒരു നല്ല മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ മനസ്സിലായി ആ കുട്ടി ഇതാ വഴി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മൂക്കും മാസ്ക് ഇട്ട് മൂടി. അടുത്ത ദിവസമാകുമ്പോൾ ഇനി ഒരു പ്രശ്നമില്ല. എല്ലാം ക്ലോസ് ചെയ്ത് കണ്ണടച്ചിരുന്നപ്പോൾ കറക്റ്റ് 8:45 മനസ്സ് പറഞ്ഞു ഇപ്പോൾ അവൾ പോകണ്ടാവും ഈ വഴിക്ക്, ഈ വഴിക്ക് ഇങ്ങനെ പോകണ്ടാവും. എങ്ങനെയപ്പം ചെയ്യാം? അതാണ് ശബ്ദാദീൻ വിഷയാൻ സ്ത്യക്ത്വ എന്ന് പറഞ്ഞാൽ പോരാ, രാഗദ്വേഷവും വിതസ്യച്ച്. ഈ മനസ്സിലുള്ള അറ്റാച്ച്മെന്റും അവർഷനും പോയിട്ടില്ലെങ്കിൽ പുറമേക്ക് ഇന്ദ്രിയങ്ങളെ ഒന്നും അടച്ചു വെച്ചിട്ട് കാര്യമില്ല.
രാഗദ്വേഷോ വിധസ്യ. നമ്മൾക്കിത് കാണാം. നമ്മൾ പുറമേക്ക് ചിലതൊക്കെ വിട്ട അകമേക്ക് അതൊക്കെ നിൽക്കും. അതാണ് രാഗദ്വേഷങ്ങൾ ഉള്ളിൽ നിന്ന് നീക്കിയാൽ പുറമേക്ക് ഉണ്ടായാൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഭഗവാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ. എന്താ ശ്ലോകം? അല്ലല്ല, അങ്ങനെ തന്നെ ഒരു ശ്ലോകം ഉണ്ടല്ലോ. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷമില്ലാതെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിൽ സഞ്ചരിച്ചാൽ പോലും മനസ്സ് പ്രസന്നമായിട്ടിരിക്കും. ഈ രാഗദ്വേഷം ഉള്ളപ്പോഴാണ് ഈ കുഴപ്പം. അതില്ലാതെ വിവിക്തസേവി, എന്നിട്ട് ഏകാന്തത്തിലിരിക്കാം. അപ്പോൾ നമ്മൾ ഏകാന്തം നല്ല സുഖമായിരിക്കും. ഏകാന്തേ സുഖമാസ്യതാം പരതരേ ചേതസമാധീയതാം. ശങ്കരാചാര്യർ പറഞ്ഞു, ഏകാന്തത്തിലിരിക്കൂ, പരമാത്മവസ്തുവിലെ ചേതസ്സിനെ സമാഹിതമാക്കി വയ്ക്കൂ. നല്ല യതികളൊക്കെ അതുകൊണ്ട് ഏകാന്ത സ്ഥാനപ്രിയരാണ് അല്ലേ. സാധാരണ ജനങ്ങൾക്ക് ഏകാന്തമൊന്നും ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വേണം, കൂടെ വർത്തമാനം പറയാൻ ആരെങ്കിലും വേണം. നേരെ മറിച്ച് നല്ല തപസ്വികൾക്ക് ഏകാന്തമാണ് ഇഷ്ടം. ദാറ്റ് ഈസ് വൺ സൈൻ ഓഫ് എ സ്പിരിച്വൽ പേഴ്സൺ. ഹി എൻജോയ്സ് സോളിറ്റ്യൂഡ്. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ സോളിറ്റ്യൂഡ്, ഏകാന്തം രസിക്കില്ല. ഏകാന്തം രസിക്കുന്നത് ആധ്യാത്മികതയുടെ മുഖ്യമായ ലക്ഷ്യമാണ്. ഉള്ളിലൊരു ശാന്തി വന്നു കഴിയുമ്പോൾ തന്നെ ഏകാന്തത്തിലൊരു സുഖം ഉണ്ടാവും. അതാണ് വിവിക്തസേവി. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, സമാധി പരിശീലനത്തിന് ഏറ്റവും നല്ലത് ഏകാന്തസ്ഥാനം. ഏകാന്തസ്ഥിതി ഇന്ദ്രിയോപരമണേ ഹേതു ദമശ്ചേതസഃ സംരോധേ കരണം ശമേന വിലയം യായാദഹം വാസന തേനാനന്ദരസാനുഭൂതിരചലാ ബ്രാഹ്മീ സ്വയം യോഗിനഃ തസ്മാത് ചിത്തനിരോധയേവ സതതം കാര്യഃ പ്രയത്നാത് മുനേ. ഏകാന്തത്തിലിരിക്കുമ്പോൾ നല്ല സെൻസ് കൺട്രോളുള്ള ആൾക്ക് ഏകാന്തം സുഖമായിരിക്കും. ഇന്ദ്രിയ നിഗ്രഹമുള്ള ദമശ്ചേതസഃ സംരോധേ, അവിടെ ഇരുന്ന് ആത്മധ്യാനം ചെയ്യുമ്പോൾ ശമേന വിലയം യായാദഹം വാസന. ആ ക്വൈറ്റിറ്റ്യൂഡ്, ആ സ്റ്റിൽനെസ്, ദ മോർ ആൻഡ് മോർ യു അബൈഡ് ഇൻ സ്റ്റിൽനെസ്. ആ നിശ്ചലത്തിലിരിക്കും തോറും ഈ അഭിമാനവൃത്തി ഉള്ളിൽ അങ്ങോട്ട് മറഞ്ഞു പോകും. തേന ആനന്ദരസാനുഭൂതിരതുല ഒരചല, അതുല്യമായ ഒരാനന്ദരസാനുഭൂതി വരുന്നു. അതിനെന്തു പേര്? ബ്രാഹ്മി. അങ്ങനെ ഏകാന്തത്തിലിരുന്ന് ചിത്തനിരോധത്തിന് യത്നിക്കണം. പക്ഷെ വയറ് നിറച്ച് ഒരു ശാപ്പാട് അടിച്ചിട്ട് ഏകാന്തത്തിൽ പോയി ഇരുന്നാൽ സമാധി ധ്യാനമൊന്നുമല്ല, ഉറക്കം വരും അല്ലേ. എല്ലാ ആലിൻ്റെ ചുവട്ടിലൊക്കെ പോയി കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങാം. അപ്പോ ലഘുവാശി, ലഘു അശനശീല, എളുപ്പത്തിൽ ജീർണിക്കുന്നതും നമ്മൾക്ക് ധ്യാനത്തിന് പ്രതിബന്ധമല്ലാതെയും ഭക്ഷണം കഴിക്കാം. ഒന്നും കഴിക്കാതിരുന്നാലും വിശക്കും, അപ്പൊ ഡിസ്റ്റർബൻസ് ആവും. യഥ വാക്ക് കായ മാനസ, ഉണ്ടാൻ പാടില്ല, ആവശ്യമില്ലാതെ വർത്തമാനം പറയരുത്. മനസ്സിനെയും ശരീരത്തിനെയും നിയമനം ചെയ്ത് ധ്യാനയോഗപരഹ, ധ്യാനം, നിരന്തര ധ്യാനം തന്നെ പണി. അങ്ങനെ വൈരാഗ്യം സമുപാശ്രിത, നിത്യം. അതേപോലെ വൈരാഗ്യം, വൈരാഗ്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു വിഷയം വേണ്ട, കിട്ടുന്നത് മതി. അങ്ങനെ ധ്യാനിച്ചിരിക്കുന്ന ആള് അതിനോടൊപ്പം അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, ഇതൊക്കെ ധ്യാനത്തിന് രണ്ട് മോക്ഷദ്വാരം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ
ഏകാന്തസ്ഥിതി ഒന്ന്, രണ്ട് മൗനം, മൂന്നാമത്തത് അപരിഗ്രഹം, നാലാമത്തത് സന്തോഷം. ഈ നാലെണ്ണമാണ് വാസിഷ്ഠം പറയുന്നത്. ഇത് വിവേക ചൂടാമണിയിലുണ്ട്. യോഗസ്യ പ്രഥമദ്വാരം വാങ്നിരോധ അപരിഗ്രഹ നിരാശാച നിരീഹാച നിത്യമേകാന്തശീലത. യോഗത്തിൻ്റെ ആദ്യത്തെ ഡോർ മൗനമാണ്. അപരിഗ്രഹം, ഒരുപാട് സാധനങ്ങളെ എടുത്ത് തലയിൽ വെക്കണില്ല, ആശകളെ ഒരുപാട് വളർത്തുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു ലക്ഷണം. അത് തന്നെയാണ് ഇവിടെ. അഹങ്കാരം, ബലം, ദർപ്പം. അഹങ്കാരം ഞാൻ എന്നുള്ള ഭാവം, ഞാൻ അതൊന്നു മതി ധ്യാനബന്ധത്തിന്. ബലം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മേലെ തൻ്റെ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കുക. അതും അഹങ്കാരത്തിൻ്റെ ഒരു സ്വരൂപമാണ്. ഞാൻ പറയണത് എൻ്റെ ഭാര്യയാണെങ്കിലും ശരി, കുട്ടിയാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, അച്ഛനാണെങ്കിലും ശരി, മകനാണെങ്കിലും ശരി, ബന്ധുക്കളാണെങ്കിലും ശരി, ശിഷ്യന്മാരാണെങ്കിലും ശരി, കേട്ടാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. അതുകൊണ്ട് നിർബന്ധപ്പെടുത്തി അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ആ ശക്തിപ്രയോഗം ഉണ്ടല്ലോ, അതിനാണ് ബലം എന്ന് പറയുന്നത്. കാമം, ആഗ്രഹങ്ങൾ, ക്രോധം, ദേഷ്യം, പരിഗ്രഹം, ഒരുപാട് സാധനങ്ങൾ എടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനിക്കാനൊന്നും പറ്റില്ല. ഒരുപാട് സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യക്കാരൊക്കെ വരും. പരിഗ്രഹം, ഇതൊക്കെ വിട്ടിട്ട് നിർമ്മമ, ഒന്നിലും മമതയില്ലാതെ ശാന്തനായി ധ്യാനയോഗപരനായി ഇരുന്നാൽ ബ്രഹ്മഭൂയായ കൽപ്പത്തെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആള് ബ്രഹ്മജ്ഞാനത്തിന് തയ്യാറാവും. അയാള് താൻ ശരീരമോ മനസ്സോ ബുദ്ധി എന്നുള്ള ഈ അധ്യാസങ്ങളെ ഒന്നൊന്നായി അഴിച്ചു മാറ്റി താൻ എന്താണോ ബ്രഹ്മഭൂതി, ബ്രഹ്മഭൂയായ കൽപ്പത എന്ന് വെച്ചാൽ ബ്രഹ്മമായി ഭവിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ സ്വരൂപം ബ്രഹ്മമാണ്. പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ ആയിട്ടിരിക്കണു, ശരീരമായിട്ടിരിക്കണു, ഇന്ദ്രിയങ്ങളുടെ ചേഷ്ടമൊക്കെ നമുക്കുണ്ട്, മനസ്സ് ബുദ്ധിയുണ്ട്, അഹങ്കാരമൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നീക്കി വെക്കലാണോ ധ്യാനം? അല്ലാതെ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് കേസിങ്ങോ ശബ്ദത്തിൽ കോൺസെൻട്രേഷനോ ഒന്നുമല്ല. എന്താണ് ധ്യാനം? വേദാന്ത വിചാരമാണ് ധ്യാനം. ഏകാന്തത്തിൽ ഇരുന്ന് മേലെ കയറ്റി വെച്ചിരിക്കുന്ന അധ്യാസത്തിനെയൊക്കെ പതുക്കെ പതുക്കെ നീക്കുകയാണ്. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, ഇതിൻ്റെയൊക്കെ പ്രതിബന്ധങ്ങളെ നീക്കാനാണ്. അങ്ങനെ മുഴുവനും അങ്ങോട്ട് നീക്കിക്കഴിയുമ്പോൾ തൻ്റെ ഉണ്മയായ സ്വരൂപം പ്രകാശിക്കും. അതാണ് ബ്രഹ്മഭൂതി എന്ന് പറഞ്ഞത്. ബ്രഹ്മഭൂയായ കൽപ്പത്തെ, താൻ ബ്രഹ്മമാണ് എന്നുള്ള അനുഭവം ഉള്ളിൽ ഉണ്ടാവും. പരമഹംസ പരിവ്രാജകോ ഭൂത്വ ദേഹജീവനമാത്രേ അഭിനിർഗത മമ ഭാവഃ നിർമ്മമഃ അതയേവ ശാന്തഃ ഉപരതഃ യഃ സംഹൃതായാസോ യതിഃ ജ്ഞാനനിഷ്ഠഃ ബ്രഹ്മഭവനായ സമർത്ഥോ ഭവതി ഇത്യർത്ഥഃ. ഇങ്ങനെ ആ ബ്രഹ്മഭൂതനായ യോഗി പിന്നീട് ആ ധ്യാനസ്ഥിതിയിൽ നിന്ന് ഉണർന്നു വരണം. വേറെ വഴിയില്ല. എന്താണെന്ന് വെച്ചാൽ പ്രാരബ്ധം ഉണ്ടല്ലോ. അപ്പോൾ പ്രാരബ്ധമുള്ളപ്പോൾ ഉണർന്നു വന്നു കഴിയുമ്പോൾ നല്ലവണ്ണം ആ സ്വാനുഭവ സമ്പത്തി വന്നു കഴിയുമ്പോൾ എവിടെ നോക്കിയാലും താൻ ഉള്ളിൽ അനുഭവിച്ച ആ ചൈതന്യം തന്നെ എല്ലാവരിലും വിളങ്ങി നിൽക്കുന്നതായിട്ട് കാണും. സകലയിടത്തും സകലരിലും ആ ചൈതന്യം വിളങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇത്ര കാലം താൻ ശരീരമാണെന്നും ശരീരത്തിലാണ് താൻ ഇരിക്കുന്നതെന്നും വിചാരിച്ചിരുന്നു. ഇപ്പം തനിക്ക് മനസ്സിലായി താൻ ആത്മാവാണെന്നും ആത്മാവിലാണ് ശരീരവും മനസ്സും പ്രപഞ്ചവും ഒക്കെ കയറിൽ പാമ്പ് പോലെ തോന്നുന്നത് എന്നും മനസ്സിലായി. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനതഃ സർവഭൂതേഷു ച ആത്മാനം തഥോ ന വിജുഗുപ്സതി. യസ്തു സർവാണി ഭൂതാനി ആത്മനി ഏവ അനുപശ്യതി സർവഭൂതേഷു ച ആത്മാനം.
അത് മുന്നാലത്തെ മന്ത്രം. ആത്മന്യേവാനു പശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സത്തെ യസ്മിൻ സർവാണി ഭൂതാനി തത്ര കോ മോഹഃ കശോകഃ ഏകത്വം അനുപശ്യതഃ. ആർക്ക് എല്ലാവരും ആത്മാവായിട്ട് തീർന്നിരിക്കണോ? അപ്പോൾ ശരീരമൊക്കെ ആയിട്ട് തീരുമ്പോഴാണ് മറ്റുള്ളവരുടെ ശരീരത്തിനെ കാണുമ്പോൾ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ തോന്നുന്നതേ. അതേപോലെ ഇന്ദ്രിയങ്ങളും മനസ്സൊക്കെ ആയിട്ട് തീരുമ്പോഴാണ് മറ്റുള്ളവരുടെ മനസ്സ് ഇന്ദ്രിയങ്ങളും ആയിട്ടൊക്കെ ഉള്ള ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇയാൾക്ക് എല്ലാവരും ആത്മാവായിട്ട് തന്നെ തീർന്നിരിക്കണം, എന്നുവെച്ചാൽ താൻ തന്നെ ആയിട്ട് തീർന്നിരിക്കണം. അപ്പോൾ ആ സർവാത്മഭാവം വന്നു പോകും. അപ്പം എന്താ, ഒരാളോടും വെറുപ്പില്ല, എല്ലാവരോടും സ്നേഹമുണ്ട്, പ്രിയമുണ്ട്, ശാന്തിയുണ്ട്. വാസുദേവൈക നിലയ സവൈ ഭാഗവതോത്തമ യസ്യ ന സ്വഹ പരയിതി ഭൂതേഷു ആത്മനിവാഭിത സർവഭൂത സമശാന്തഃ സവൈ ഭാഗവതോത്തമ എന്ന് പറഞ്ഞു ഭാഗവത്. ആർക്ക് ഞാനെന്നും മറ്റുള്ളവരെന്നും എന്നുള്ള ഭേദമൊന്നുമില്ല, സർവരോടും സമഭാവമായ പ്രിയമുണ്ടോ അവൻ ഭാഗവതോത്തമനാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ആളുടെ ഭക്തിയാണ് പരാഭക്തി എന്ന് പറഞ്ഞത്. ജീവൻ മുക്തി രണ്ടും ഒന്ന് തന്നെ. അത് തന്നെയാണ് അടുത്ത ശ്ലോകം ഇപ്പോൾ വായിച്ചു കഴിഞ്ഞു നമ്മൾ. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. നമ്മൾ പരാഭക്തി എന്ന് ധാരാളം കേട്ടിട്ടുണ്ട്. ആ പരാഭക്തി എന്ന് പറയുമ്പോൾ പരാനുരക്തിരീശ്വരേ എന്നും നാരദഭക്തിസൂത്രം. ആ പരാഭക്തി എന്താ? സർവഭൂതങ്ങളിലും ആത്മാവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന അനിർവചനീയമായ പ്രിയത്തിനെ പരാഭക്തി എന്ന് പറഞ്ഞു. തന്നെ എങ്ങനെയാ കാണുന്നത്? തന്നെ ബ്രഹ്മസ്വരൂപമായി എന്ന് വെച്ചാൽ ചൈതന്യമായിട്ടാണ് തൻ്റെ സ്വരൂപാനുഭവം. തന്നെക്കുറിച്ച് ശരീരമാണെന്നുള്ള ഭ്രമം പോയിരിക്കണം. അപ്പോൾ ഉള്ളിലൊരു പ്രസന്നത വന്നു. സമുദ്രസ്യേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തഃശീതളതാച ഇന്തോഹോ ഇവോദേതി വിചാരിണ. ആത്മവിചാരത്തിൻ്റെ പരിണാമ ഫലമായിട്ട് സമുദ്രം പോലെ അകമയ്ക്കൊരാഴവും മേരുപർവ്വതം പോലെ തത്വനിശ്ചയത്തിലൊരു സ്റ്റെബിലിറ്റിയും ഉള്ളിൽ നല്ലൊരു കുളിർമ, ഒരു പൂർണ്ണചന്ദ്രൻ പോലെ ഒരു ശീതളതയും ഉള്ളിൽ ആവിർഭവിച്ചു. അതാണ് ബ്രഹ്മഭൂത. പിന്നെ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ശോകപ്പെടുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നുമില്ല. സർവേഷു സമഹ, എല്ലാവരിലും ആത്മദർശിയാണ് അയാൾ, തന്നെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ പറഞ്ഞു അപ്പോഴാണ് അയാൾക്ക് ഭക്തി വരുന്നത്. മദ്ഭക്തിം ലഭതേ പരാം. അതുവരയ്ക്കൊക്കെ കളിപ്പാട്ടം വെച്ചുകൊണ്ടുള്ള കളിയാണ്. ഈ അവസ്ഥയിലാണ് ബ്രഹ്മഭൂതസ്യ അയം സ്വഭാവഃ അനൂദ്യത്തെ ന ശോചതി ന കാംക്ഷതി നഹി അപ്രാപ്ത വിഷയാകാംക്ഷ ബ്രഹ്മവിദഃ ഉപപദ്യത്തെ. ചതുർത്ഥീം ജ്ഞാനലക്ഷണാം ഭക്തിം ലഭത്തെ എന്ന് ഭാഷ്യകാർ. അടുത്ത ശ്ലോകം. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഭക്ത്യാ മാം അഭിജാനാതി, ഭക്തി കൊണ്ട് എന്നെ നല്ലവണ്ണം അറിയുന്നു. കൃഷ്ണൻ പറയണത് ഭക്തി കൊണ്ടാണ് എന്നെ നല്ലവണ്ണം അറിയുന്നത്.
അഹം ഉപാധികൃത വിസ്തരഭേദോ യഹ ച അഹം വിധ്വസ്ത സർവോപാധിഭേദഃ ഉത്തമപുരുഷഃ ആകാശകൽപഃ തം മാം അദ്വൈതം ചൈതന്യമാത്രൈകരസം അജം അജരം അമരം അഭയം അനിധനം തത്വതഃ അഭിജാനാതി. എന്നെ അറിയണു. എങ്ങനെ അറിയണു? തത്വതഃ അഭിജാനാതി. തത്വഭക്തി ഉണ്ടാവുന്നു എന്നർത്ഥം. താത്വികമായ ഭക്തി ഉണ്ടാവും. എങ്ങനെ? കൃഷ്ണൻ ദാ എൻ്റെ മുമ്പിൽ ഇരിക്കണം. അപ്പൊ കൃഷ്ണൻ എങ്ങനെയുണ്ട്? നീല കളറിലുണ്ട്, കുതിരയെ ഓടിക്കുന്നു, എനിക്ക് വളരെ പ്രിയമാണ്. കൃഷ്ണൻ എൻ്റെ ഗുരുവാണ്. കൃഷ്ണനെ ഞാനിതാ ആശ്രയിക്കണം. കൃഷ്ണൻ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. ഇങ്ങനെ ഒരു ഭാവം ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത് ഉപാധികൃത വിസ്തരഭേദ. ആദ്യം ഉപാധിയില് ഗുരുവായിട്ട്, ഇഷ്ടദേവതയായിട്ടുണ്ടോ? അതും അറിയാം. യാവാന് യശാസ്മി തത്വതഃ. എന്തൊക്കെയുണ്ടോ പല രൂപത്തിലും അറിയാം. ഇപ്പൊ ഗുരുവായിട്ട് മുമ്പിൽ കണ്ടു, അതും റിലേറ്റീവ് പ്ലെയിനിൽ അക്സെപ്റ്റഡ്. പിന്നെ എന്താ? എത്രയോ ഉപാധികളിലും അന്തര്യാമിയായി ഭഗവാൻ പ്രകാശിക്കണം, അതും അറിഞ്ഞു. ഇതിനൊക്കെ മേലെ എല്ലാ ഉപാധിയും വിട്ട് അശരീരമായിട്ട് അമനസ്കനായിട്ട് സർവോപാധി വിധ്വസ്ത സർവോപാധിഭേദ. ഈശ്വരനെ ഉപാധിഭേദങ്ങളൊക്കെ വിധ്വസ്തമായിട്ട് കാണുന്ന ആള്, വിധൂത സർവോപാധിയായിട്ട് കാണുന്ന ആളെയാണ് അവധൂതൻ എന്ന് പറയണത്. അല്ലാതെ അവധൂതൻ എന്ന് പറഞ്ഞാൽ കൊണ കൊടുത്ത് നടക്കുന്ന ആളൊന്നുമല്ല. വസ്ത്രമൊക്കെ അഴിച്ചു കളഞ്ഞ ആളെയാണ് അവധൂതൻ എന്ന് പറയണത്. വസ്ത്രം എന്താണെന്ന് വെച്ചാൽ ഈ ഉപാധിയാണ്. അപ്പൊ ശരീരം മനസ്സൊന്നുമില്ലാതെ ആത്മദർശനം ചെയ്യുന്ന ജ്ഞാനിയാണ് അവധൂതൻ. അപ്പൊ അങ്ങനെയുള്ള വിധൂത സർവോപാധി, എല്ലാ ഉപാധികളെയും നീക്കിയിട്ട് ഉള്ളിലുള്ള ചൈതന്യത്തിനെ, ആത്മാവിനെ ദർശിക്കുന്ന ഉത്തമ പുരുഷ. എവിടെ അവരുടെ ഉത്തമ പുരുഷൻ? പുരുഷോത്തമ. 3 പുരുഷന്മാരെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ക്ഷരപുരുഷൻ. ഇത് മുഴുക്കൊല്ല പരീക്ഷയാണ്, 18ാം അധ്യായമാണ്. അപ്പോൾ ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, പുരുഷോത്തമൻ അല്ലേ? അപ്പൊ ക്ഷരപുരുഷൻ എന്ന് വെച്ചാൽ ഈ ശരീരത്തിനോട് അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ. അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനേ പറ്റില്ല. അതിനാണ് നമുക്ക് ആധാർ കാർഡും ഐഡന്റിറ്റി കാർഡും ഒക്കെ. നിങ്ങൾ, ഞങ്ങൾ, നിങ്ങൾ, അല്ലെങ്കിൽ ആകെപ്പാടെ കുഴഞ്ഞു പോകും. ആ ഐഡന്റിറ്റി ഇല്ലെങ്കിൽ ഈ ശരീരം നിൽക്കുന്നവരെ ഈ ശരീരത്തിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഉള്ള ഐഡന്റിറ്റിക്ക് പേരാണ് ക്ഷരപുരുഷന്റെ പെരിഷബിൾ പേഴ്സണാലിറ്റി എന്ന് പറയാം. ആ പേഴ്സണാലിറ്റി വേണം നമുക്ക്. അതാണ് നമുക്കൊക്കെ ഭേദം. പിന്നെ അക്ഷരപുരുഷൻ, ഇംപെരിഷബിൾ പേഴ്സണാലിറ്റി. ശരീരത്തിനകത്ത് ഉള്ളില് ഒരു ചൈതന്യീക രസമായിട്ടുള്ളത് അക്ഷരപുരുഷൻ. ഇത് രണ്ടിനും അപ്പുറമായി പുരുഷോത്തമൻ. അതെങ്ങനെയപ്പോ? ഉത്തമ പുരുഷസ്ത്വന്യ അന്യ പരമാത്മേത്യുദാഹൃത എന്ന് പറഞ്ഞ പോയില്ലേ? ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ. അപ്പൊ ഉത്തമ പുരുഷൻ എവിടെയോ ഒരു അന്യമായിട്ട് വേറെ ഒരാളെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് ഭഗവാൻ പറഞ്ഞു. ഈ ഉത്തമ പുരുഷനും ഞാനാണ്. ഓരോരു ജീവന്റെ ഉള്ളിലും ആ പുരുഷനായിട്ടിരിക്കുന്നത് ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തമ പുരുഷനും ഈ അക്ഷരപുരുഷനും രണ്ടല്ല. ഉപാധിയോടുകൂടെ ഇരിക്കുമ്പോൾ അതിനെ അക്ഷരമെന്ന് വിളിച്ചു. അതാണ് വിശിഷ്ടാദ്വൈതികളുടെ അദ്വൈതം. ആ ഉപാധി അങ്ങോട്ട്, അതാണ് അവർ ചരാചര ശരീരി എന്ന് പറയും, ചിതചിത് ശരീരി എന്ന് പറയും വിശിഷ്ടാദ്വൈതത്തിൽ. ചിത്തും അചിത്തുമായി രണ്ട്. ഇതിനപ്പുറമുള്ള
സർവോപാധിരഹിതനായിട്ടുള്ള പുരുഷനെ ആകാശകൽപ ഉത്തമ പുരുഷ എന്ന് വെച്ചാൽ ഒരു ഉപാധിയുമില്ലാത്ത ആ അഖണ്ഡ ചൈതന്യത്തിനെ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞു. ചൈതന്യമാത്രൈക രസം, അതിനെ അറിഞ്ഞു കഴിയുമ്പോൾ ഒരാൾ പൂർണ്ണനായി. ഈശ്വരതത്വത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ പൂർണ്ണമായി. വൈയാകരണന്മാരൊരു മാജിക് ചെയ്തു. വ്യാകരണ ശാസ്ത്രത്തില് ഇംഗ്ലീഷിൽ 3 പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ അല്ലേ? ഫസ്റ്റ് പേഴ്സൺ എന്താണ്? ഐ. സെക്കൻഡ് പേഴ്സൺ യു. തേർഡ് പേഴ്സൺ ഹി അല്ലേ? ഈ സംസ്കൃതത്തിൽ വരുമ്പോൾ തിരിയും. ഫസ്റ്റ് പേഴ്സൺ യു. ഇംഗ്ലീഷ് ലോകത്തിന് പറ്റിയ ഭാഷയാണ്. നമുക്ക് പ്രാക്ടിക്കൽ ഇംഗ്ലീഷാണ് അല്ലേ? എന്തൊക്കെ തന്നെ നമ്മൾ നിസ്വാർത്ഥം കുറിച്ച് പറഞ്ഞാലും ഒരു അമ്പലത്തിൽ ക്യൂ നിൽക്കുമ്പോഴും ബസ്സിൽ ക്യൂ നിൽക്കുമ്പോഴും ഒക്കെ ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്. ആ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സന്റെ സാധിക്കുമെങ്കിൽ പുറകു വശത്തൊരു തള്ളിയിട്ട് ഫ്രാക്ചറാക്കി വിടും. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്. അതാണ് ഇംഗ്ലീഷ് വേൾഡ്ലി വൈസ് ആണ്. നേരെ മറിച്ച് സംസ്കൃതത്തിൽ ഫസ്റ്റ് പേഴ്സൺ യു ആണ്, ഹി ആണ്. അൺറിലേറ്റഡ് പേഴ്സൺ ഈസ് ഫസ്റ്റ് പേഴ്സൺ. യു ഹാവ് നോ റിലേഷൻഷിപ്പ് വിത്ത് ഹിം. സച്ച് എ പേഴ്സൺ becomes first person, and the related person becomes second person, you. നമ്മൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. And the most intimate one, that is yourself, ഈ ടോട്ടൽ നിസ്വാർത്ഥത വന്നു പോയാൽ തേർഡ് പേഴ്സൺ ആവണ്ടേ? തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞ്? പ്രഥമ പുരുഷ, മധ്യമ പുരുഷ, ഉത്തമ പുരുഷ, ഉത്തമ പുരുഷ അല്ലേ? അപ്പോ ഇവിടെയുള്ള ആള് ഉത്തമ പുരുഷനായി. അങ്ങനെയാണെങ്കിൽ എന്തായി? ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത. ഈ ജീവനല്ല, ജീവനിൽ നിന്ന് അന്യമായി പരമാത്മാവാണ് ഇതിനകത്ത് ഉത്തമ പുരുഷനായിട്ട് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഉത്തമ പുരുഷൻ ഭഗവത് സ്വരൂപമാണ്, അത് ജീവനാണെന്ന് ഞാൻ ധരിച്ചിരിക്കുകയാണ്. ആ അഭിമാനമാണ് അതിൻ്റെ സ്വരൂപം എന്ന് ധരിച്ചിരിക്കുകയാണ്. ആ അഭിമാനത്തിനെ ആരാഞ്ഞു നോക്കുമ്പോൾ അത് ജീവനല്ല, ഈശ്വരനാണ്. ഉപാധികളുടെ ലിമിറ്റേഷൻ ഒന്നും അതിലില്ല എന്നറിഞ്ഞു കഴിയുമ്പോൾ താത്വികമായ അറിവായി, തത്വജ്ഞാനം ആയി. ഇങ്ങനെ തന്നിൽ ആ ഭഗവാനെ അറിഞ്ഞു കഴിയുമ്പോൾ ജഗത്ത് മുഴുവൻ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. പുരുഷ ഏവേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതദ്യോ വേദ നിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികിരതീഹ സൗമ്യ. മുണ്ടകോപനിഷത്ത്. ആരാണോ ഈ പുരുഷനെ തൻ്റെ ഹൃദയത്തിൽ അറിയണത്, അയാളുടെ ഹൃദയഗ്രന്ഥി എന്ന് വെച്ചാൽ അജ്ഞാനഗ്രന്ഥി ഭേദം ഉണ്ടാവും. സർവത്ര ഭഗവാനെ ദർശിക്കുന്ന വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതദ്യഹാവേദ നിഹിതം ഗുഹായാം, ഹൃദയഗുഹയിൽ സാക്ഷാത്കരിക്കും. അപ്പോ ഭക്തിയാമാം അഭിജാനാതി. ആ ഭക്തി എന്ന് പറയുമ്പോൾ പരാഭക്തി എന്ന് വെച്ചാൽ ജീവൻ മുക്തി എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ പരാകാഷ്ഠ കൊണ്ട് ഈശ്വര തത്വത്തിനെ നല്ലവണ്ണം ശരിക്കും അറിയുന്നു. യാവാന് യശ, ഞാൻ ആരാണ്? ഞാൻ ചൈതന്യമാണ്. ചൈതന്യത്തിൻ്റെ വിസ്താരം എത്ര കണ്ടുണ്ട്? എല്ലാം അതാണ്. തന്നിൽ ചൈതന്യമാണ്. ഇന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടുന്നതൊക്കെ തന്നെ ചൈതന്യം തന്നെയാണെന്നുള്ള അറിവോടുകൂടിയുള്ള ഇൻറ്ററാക്ഷൻ, അതാണ് ഭക്തി. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ വിശത്തെ പ്രവേശിക്കണമെന്നാണ്. എങ്ങനെ പ്രവേശിക്കുന്നു? ഈ വിശ്വത്തിൽ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ ഞാൻ പ്രവേശിക്കണം അത്രേ. അന്തരം വിനാ പ്രവിശത്തി. ഒരു നിങ്ങൾക്കും എനിക്കും നടുവിൽ സ്പേസ് ഇല്ല. ഈ കാണുന്ന വിശ്വത്തിനും എനിക്കും നടുവിൽ സ്പേസ് ഇല്ല. ഞാൻ ആകാശകൽപ്പനാണ്, എല്ലാമായിട്ട് ഒന്നാണ്, എല്ലാം ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവില്ല. ബ്രഹ്മാണ്ടം മുഴുവൻ എൻ്റെ സ്വരൂപമാണെന്നുള്ള
ആ സാക്ഷാത്തായ അനുഭവത്തിനെയാണ് വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. വിശ്വത്തിനെ മുഴുവൻ വിഷ്ണുവായിട്ട് കണ്ടു അല്ലേ? വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം കൊണ്ട് തന്നെ സഹസ്രനാമം തീർന്നു. വിശ്വം കഴിഞ്ഞു. ഇനി വിഷ്ണു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വിശ്വസ്മൈ നമഃ ഒരേ ഒന്നാം കഴിഞ്ഞു. വിശ്വമായിട്ടിരിക്കുന്ന ഭഗവാന് നമസ്കാരം എന്ന് വെച്ചാൽ നമ്മൾ ആരാ? വിശ്വത്തിനെ കാണുന്നത് നമ്മളാരാ? നമ്മളതിൽ നിന്ന് അന്യമാണോ? നമ്മുടെയൊക്കെ വിശ്വം തന്നെ. വിശ്വവും കാണുന്നവനും കാണപ്പെടുന്ന വസ്തുവും കാഴ്ചയും ത്രിവിധം ബ്രഹ്മമേതത്. അപ്പോ ഇങ്ങനെ താത്വികമായി ഭഗവാനെ അറിഞ്ഞു കഴിയുമ്പോൾ അത്ര ജ്ഞാനാനന്തര പ്രവേശക്രിയേ ഭിന്നേ വിവക്ഷിതേ. അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു വീട്ടിലേക്ക് കിടക്കണ പോലെ കിടക്കലൊന്നുമില്ല എന്നാണ്. ജ്ഞാത്വാ വിശദേ തദനന്തരം ഇതി. അടുത്ത് ഫലാന്തര അഭാവജ്ഞാനമാത്രം. അറിയുന്ന ക്ഷണത്തിൽ തന്നെ താൻ സകലതുമായി തീർന്നിരിക്കുന്നു എന്നർത്ഥം. ഇങ്ങനെ വിശദേ തദനന്തരം എന്ന് ഈ ശ്ലോകം വളരെ വളരെ പ്രധാനമായ ശ്ലോകമാണ്. ഇങ്ങനെയുള്ള ഈ ജ്ഞാനനിഷ്ഠ ഉണ്ടല്ലോ, ശാസ്ത്രാചാര്യ ഉപദേശേന ജ്ഞാനോത്പത്തി പരിപാകഹേതും സഹകാരികാരണം ബുദ്ധിവിശുദ്ധ്യാദി അമാനിത്വാദി ച അപേക്ഷ്യ ജനിതസ്യ ക്ഷേത്രജ്ഞ പരമാത്മൈകത്വ സർവകർമ്മസന്യാസ സഹിതസ്യ സ്വാത്മാനുഭവ നിശ്ചയരൂപേണ യത് അവസ്ഥാനം സാ പരാ ജ്ഞാനനിഷ്ഠ ഇതി ഉച്യത്തെ. ഇതൊക്കെ അദ്ഭുതമായ ഭാഷ്യവചനങ്ങളാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണുണ്ടല്ലോ. അതുകൊണ്ട് ഇതിനെ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നു. ശാസ്ത്ര ആചാര്യ ഉപദേശേന ജ്ഞാനോത്പത്തി പരിപാകഹേതും. ശാസ്ത്ര ഉപദേശം ആചാര്യ വഴിയായിട്ട് കിട്ടി, അതുകൊണ്ട് ജ്ഞാനോത്പത്തി ഉണ്ടായി. ബുദ്ധിവിശുദ്ധ്യാദി അമാനിത്വാദി ച അപേക്ഷ്യ. ബുദ്ധിയും ശുദ്ധമാവണം, അഹങ്കാരം അഭിമാനം ഇല്ല, വളരെ വിനയത്തോടുകൂടെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളോടുകൂടെ കർത്താദി കാരകഭേദ ബുദ്ധി നിബന്ധന, ഞാൻ കർത്താവാണ്, ഞാനിതാ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഈ പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങി സർവകർമ്മ സന്യാസ സഹിതസ്യ, എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനം കൊണ്ട് തന്നിൽ നിന്ന് നിവർത്തിപ്പിച്ച് സ്വാത്മാനുഭവ നിശ്ചയരൂപേണയത് അവസ്ഥാനം, ആത്മാനുഭവ നിശ്ചയത്തോടുകൂടെ തൻ്റെ തന്നെ സ്വരൂപത്തിൽ യാതൊരു ഇരുപ്പുണ്ടോ അത് ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു എന്നാണ്. സായം ജ്ഞാനനിഷ്ഠ. അങ്ങനെയുള്ള ഈ ജ്ഞാനനിഷ്ഠ ഉണ്ടല്ലോ, ആർത്താദി ഭക്തിത്രയാപേക്ഷയാ പരാ ചതുർത്ഥീ ഭക്തി ഇത്യുക്ത. ഇതാണത്ര ഉത്തമ ഭക്തി. ശങ്കരാചാര്യർ പറയണു, ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ. എന്തെങ്കിലും വിഷമം വന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോകുന്ന ആള്, എന്തെങ്കിലും അറിയാൻ വേണ്ടി പോകുന്ന ആള്, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ സാധാരണയുള്ള ഈ ഭക്തന്മാരെയൊക്കെ അപേക്ഷിച്ച് ഈ ആത്മജ്ഞാനി ഉത്തമ ഭക്തനാണെന്നാണ്, ഏറ്റവും ഉയർന്ന ഭക്തനാണ്. അതുകൊണ്ട് അതിന് പരാഭക്തി എന്ന് പറഞ്ഞു. തയാ പരയാ ഭക്തിയാ ഭഗവന്തം തത്വതഃ അഭിജാനാതി. യദനന്തരമേവ, ആ അറിവ് വന്നു കഴിയുമ്പോൾ ഈശ്വര ക്ഷേത്രജ്ഞ ബുദ്ധി അശേഷത നിവർത്തത്തെ. ഈ അറിവിൻ്റെ പരിഭാഗ ദിശയില് ഇതിനകത്ത് ഈ ക്ഷേത്രം, ഇതിനകത്ത് ജീവനുണ്ട്, വേറെ എവിടെയോ ഒരു ഈശ്വരനുണ്ട് എന്നുള്ള ഭേദബുദ്ധിക്ക് പോയിത്രേ. അഖണ്ഡാനന്ദ സരസ്വതി സ്വാമിയെ കുറിച്ച് പറഞ്ഞല്ലോ, വലിയ വിദ്വാൻ, ബ്രഹ്മനിഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തില് അവരൊക്കെ ഒരു വലിയ ഗ്രൂപ്പായിരുന്നു വൃന്ദാവനത്തിൽ. ഒരുപാട് ജ്ഞാനികള്, മുക്തപുരുഷന്മാര് കൂടിച്ചേർന്ന് സഞ്ചരിക്കുകയും നടന്ന് ഭാരതത്തിലൊക്കെ നടന്നു വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അവരൊരു കാലത്ത്. അന്ന് സ്വാമിയുടെ കൂടെ നടന്ന ഒരു സ്വാമി ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും, അദ്ദേഹം പ്രബുദ്ധാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ, എന്നോട് പറഞ്ഞു, ഞങ്ങളൊക്കെ അന്ന് വൃന്ദാവനത്തു നിന്ന് നടന്ന് ദക്ഷിണ ഭാരതത്തിലേക്കൊക്കെ തീർത്ഥയാത്ര വന്നിട്ട് രമണ മഹർഷിയുടെ കൂടെ ഇരുന്ന് ഊണ് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോ
അവരൊരു സഭയിൽ വലിയ വേദാന്ത വിചാരം നടക്കുകയാണ്. ഇപ്പോൾ വാക്യാർത്ഥ വിചാരം, പൂർവപക്ഷം, സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് അദ്വൈതം, വിശിഷ്ടാദ്വൈതം, ദ്വൈതം, ഇങ്ങനെ പല വിചാരം നടക്കും. അപ്പോൾ അഖണ്ഡാനന്ദ സ്വാമിയുടെ അമ്മ, വയസ്സായ അമ്മ, വാർദ്ധക്യദശയിൽ അവർക്കും സന്യാസം കൊടുത്തിരുന്നു. അവരവിടെ ഉണ്ട്. അവര് അഖണ്ഡാനന്ദ സ്വാമിയുടെ ഗുരു ഉഡിയാബാബ പൂർണ്ണാനന്ദ സ്വാമിയുടെ അടുത്ത് വേദാന്ത ശ്രവണമൊക്കെ ചെയ്തവരാണ്. അവർ നല്ല സമ്പ്രദായമായി വൈദിക പരമ്പരയിൽ വന്നവരാണ് അവർ. അപ്പം ആ അമ്മ എല്ലാം കേട്ടോണ്ടേയിരുന്നു. അവർക്ക് കാര്യമായിട്ടപ്പോൾ ചെവിയൊന്നും കേൾക്കാൻ വയ്യ. ഈ വാക്യാർത്ഥ വിചാര സഭയൊക്കെ കഴിഞ്ഞിട്ട് ആരോ ചോദിച്ചു, അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മയ്ക്കിപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇരുന്നിട്ട് ഇതൊക്കെ കേൾക്കുമോ, മനസ്സിലാവുണ്ടോ, ചെയ്യണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, ഇങ്ങനത്തെ ഉള്ള बेटा इसी तरह के कपोल कल्पना का आवश्यकता कोई नहीं है. ഇങ്ങനെയുള്ള കപോല കല്ലോലമൊന്നും വേണ്ട. സിർഫ് ജീവ് ഹി ബ്രഹ്മ ഹൈ, ഐസാ നിശ്ചയം ഹോനാ ഹൈ. ഇവിടെ ജീവനായിട്ട് എന്ത് തോന്നുന്നുണ്ടോ അത് ബ്രഹ്മമാണ്. ഈ നിശ്ചയം മാത്രം മതി. അഷ്ടാവക്രം പറയണ പോലെ നിശ്ചയിച്ചിരുന്നാൽ മതി. ഒരുപാട് ചിന്തിച്ച് വിഷമിക്കൊന്നും വേണ്ടെന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത്രയൊക്കെ ശുദ്ധബുദ്ധിയാണെങ്കിലുണ്ടല്ലോ നേരിട്ട് അങ്ങോട്ട് യു ക്യാൻ എക്സ്പ്ലോർ. അത്രയേ ഉള്ളൂ എന്നാണ്. എന്തിവിടെ ഈ ജീവനായിട്ട് പ്രകാശിക്കുന്നുണ്ടോ അത് അഖണ്ഡ സച്ചിദാനന്ദമാണെന്ന് നിശ്ചയിച്ചു കൊള്ളുക. ഇതിൽ കൂടുതലൊന്നും അറിഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത്രയുള്ളൂ. അപ്പം ഇതാണ് സരളമായ വേദാന്തം എന്ന് പറയുന്നത്. ചിലപ്പോൾ ബുദ്ധി വളരെ സരളമായാൽ തത്വത്തിനെ വളരെ സരളമായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ട് തത്വതഃ അഭിജാനാതി, താത്വികമായി തന്നെ ആ സത്യത്തിനെ അറിയുന്നു. ക്ഷേത്രജ്ഞ പരമാത്മൈകത്വ ജ്ഞാനം എളുപ്പത്തിൽ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ജ്ഞാനനിഷ്ഠ വന്നു കഴിയുമ്പോൾ ക്ഷേത്രജ്ഞൻ തന്നെ പരമാത്മാവാണ് എന്നുള്ള അറിവ് പൂർണ്ണമാവണം. ഈ അറിവ് വന്നു കഴിയുമ്പോൾ അത്രച്ച സർവം നിവൃത്തിവിധായി ശാസ്ത്രം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഞാൻ എനിക്ക് വേണ്ടി വായിക്കുകയാണെന്ന് വെച്ചോളൂ. അത്രച്ച സർവം നിവൃത്തിവിധായി ശാസ്ത്രം വേദാന്തേതിഹാസ പുരാണ സ്മൃതിലക്ഷണം അർത്ഥവത് ഭവതി. ഈ അറിവ് വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യന് നിവൃത്തി കൊടുക്കുന്ന, സർവകർമ്മത്തിൽ നിന്നും ഫ്രീഡം കൊടുക്കുന്നതായ ഈ ശാസ്ത്രം ഉണ്ടല്ലോ, അത് വേദാന്ത ഇതിഹാസ പുരാണാദി സർവശാസ്ത്രങ്ങളും സാർത്ഥകങ്ങളായിട്ട് തീരണു, അർത്ഥവത്തായിട്ട് തീരണു എന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അറിവ് പൂർണ്ണമായി. ഇവിടെ ഈ അറിവ് വന്നു കഴിഞ്ഞ ആള് തനി തങ്കം കൊണ്ട് ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ ഇത്തരത്തിൽ ഉള്ള അറിവ് വന്ന ആള് പിന്നെ ലോകത്തിലുള്ള അറിവില്ലാത്തവരുടെ കർമ്മങ്ങളും ലൗകിക വ്യവഹാരങ്ങളിലും പൂർണ്ണമായും അങ്ങോട്ട് നിന്ന് കളങ്കപ്പെട്ടുകൊണ്ടിരിക്കില്ല. പ്രത്യേകാത്മവിഷയ പ്രത്യയ സന്താനകരണാഭിനിവേശ ച ജ്ഞാനനിഷ്ഠ സാ ച പ്രത്യക് സമുദ്രഗമനവത് കർമ്മണാ സഹഭാവിത്വേന വിരുദ്ധ്യത്തെ. പർവത സർവശപയോഹോ ഇവ അന്തരവാൻ വിരോധ പ്രമാണവിതാം നിശ്ചിത. ഇതൊക്കെ വേറെ വിഷയം. തസ്മാത് സർവകർമ്മസന്യാസേന ഏവ ജ്ഞാനനിഷ്ഠാ കാര്യ ഇതി സിദ്ധം. ഇത്രയൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞു. അടുത്ത ശ്ലോകം നോക്കാം. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി
ശാശ്വതം പദമവ്യയം. നിരന്തരം അവനവന് വിധിച്ചിട്ടുള്ള എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ, ഇത് വളരെ വിരുദ്ധമാണ് പറയണത് കേൾക്കുമ്പോൾ. സർവകർമ്മ സന്യാസം എന്ന് പറയണു. എന്നിട്ട് പറയണു നൈഷ്കർമ്മ്യ രൂപമായ കർമ്മസന്യാസത്തിനെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയണു അവനവന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ സദാ കുർവാണ. എന്നുവെച്ചാൽ ഈ അറിവ് വന്ന ആൾക്ക് റെസ്റ്റേ ഇല്ല എന്നാണ്. റെസ്റ്റ് എടുക്കുമ്പോ ദേഹാഭിമാനാണ് എന്ന് ഒരിടത്ത് പറയണ്ടത്. എന്നുവെച്ചാൽ ഞാൻ ദേഹമാണെന്ന് കരുതിയിട്ടാണല്ലോ ഈ റെസ്റ്റ്. അപ്പൊ ദേഹത്തിനാണല്ലോ റെസ്റ്റ്. അത് സഹജമായി റെസ്റ്റ്, വിശ്രാന്തി വരുമ്പോൾ റെസ്റ്റ്. ഇല്ലെങ്കിലോ പ്രവൃത്തി നടക്കണോ, നടന്നുകൊണ്ടേയിരിക്കും. സർവകർമാണി അപി സദാ കുർവാണ. പ്രകൃതിയിൽ കർമ്മങ്ങളൊക്കെ നടക്കണ്ടേ? അങ്ങനെ നടക്കണു. എങ്ങനെ? ഈ അറിവിനെ ആശ്രയിച്ചുകൊണ്ട് മദ്വ്യപാശ്രയ മയ്യർപ്പിത സർവാത്മഭാവ ഇത്യർത്ഥ. ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നില്ലാതെ കർമ്മങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ആള് മത്പ്രസാദാത്, ഉള്ളിലുള്ള ആത്മതത്വപ്രസാദം കൊണ്ട്, ഭഗവത് പ്രസാദം കൊണ്ട്, അന്തര്യാമിയുടെ പ്രസാദം കൊണ്ട് അവാപ്നോതി ശാശ്വതം പദം അവ്യയം, ശാശ്വതമായ പദത്തിനെ പ്രാപിക്കുന്നു. അടുത്ത ശ്ലോകം. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്തഃ സതതം ഭവാൻ. മനസ്സിനെ മെഡിറ്റേറ്റീവായിട്ട് വയ്ക്കുക, ആത്മധ്യാനപരമായിട്ട് വയ്ക്കുക ബുദ്ധി. അതാണ് ബുദ്ധിയോഗം. ഈ ബുദ്ധിയോഗം ഭഗവാൻ പറഞ്ഞു ആരാണോ ഉത്തമ ഭക്തൻ അവന് ഞാൻ ബുദ്ധിയോഗം കൊടുക്കും എന്ന് പറഞ്ഞു. എവിടെയാ പറഞ്ഞ? ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏന മാം ഉപയാന്തി തേ. ആരാണോ എന്നെ പ്രീതിപൂർവം ഭജിക്കുന്നത് അവർക്ക് ഞാൻ ബുദ്ധിയോഗം കൊടുക്കുന്നു. ഭക്തന് ഭക്തി കൊണ്ട് ചിത്തം ശുദ്ധമാവും. യർഹ്യബ്ജനാഭ ചരണേഷണയോരു ഭക്ത്യ. ചരണേഷണ എന്ന് പറയുന്നത് ഭാഗവതം. പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ, ലോകേഷണ എന്നൊക്കെ പറയണ പോലെ ഏഷണ എന്ന് പറയുമ്പോൾ ഒട്ടിപ്പിടിക്കലാണ്. ലോകവിഷയങ്ങളിലൊക്കെ ഏഷണ എങ്ങനെയുണ്ടോ അതേപോലെ ഈശ്വരന്റെ ചരണേഷണ. தமிழ்லாம் வந்து ஈஷிக்கிறதும் பாருங்க, ஒட்டிக்கிறது. இந்த வகையெல்லாம் சொல்லுவேடா, சொல்லுண்டா. ஈஷிக்கிறதும் ஒட்டிக்கிறது. ചരണേഷണയാ ഒരു ഭക്തി, നല്ല പ്രബലമായ ഭക്തി. ആ പ്രബല ഭക്തി കൊണ്ട് ചേതോമലാനി വിധമേത്, മനസ്സിലുള്ള വാസനകൾ മലങ്ങളൊക്കെ കഴുകിക്കളയുമ്പോ ഗുണകർമ്മജാനി, സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ടും അതുകൊണ്ട് ചെയ്ത പണികൾ കൊണ്ടുമൊക്കെ ഉള്ളിൽ വന്ന കളങ്കങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തസ്മിൻ വിശുദ്ധേ, ചിത്തം നല്ലവണ്ണം നിർമ്മലാവുമ്പോൾ ഉപലഭ്യത ആത്മതത്വം നല്ല തെളിഞ്ഞ കണ്ണിന് സൂര്യൻ കാണുന്ന പോലെ ആത്മദർശനം ഉണ്ടാവുന്നതാണ്. തസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാമലദൃശോ സവിതൃപ്രകാശ. ഇതാണ് പറഞ്ഞത്. ചേതസ സർവകർമാണി മയി സന്യസ്യ, വിവേകബുദ്ധി കൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ അർപ്പണം ചെയ്തു. ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ കർത്താവല്ല ഭോക്താവല്ല എന്ന് അർപ്പണം ചെയ്തു. അത് ഓർമ്മിപ്പിക്കാനാണ്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ശ്ലോകം ചൊല്ലണം അല്ലേ? എന്താ ശ്ലോകം? കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം നാരായണന് സമർപ്പിക്കണമെന്നാണ്. ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട്, ബുദ്ധി കൊണ്ട് ഇതൊക്കെ ചെയ്യണതോ അവനവന്റെ പ്രകൃതിക്കനുസരിച്ചാണ്. അതാണ് പ്രകൃതേഹേ സ്വഭാവാത് എന്ന് പറഞ്ഞത്.
എല്ലാവരുടെ ശരീരം മനസ്സിന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. പക്ഷെ ഓരോരുത്തരുടെയും പുറകിലുള്ള ഒരു ടേപ്പ് റെക്കോർഡറിൽ ഏത് കാസറ്റ് ഇട്ടോ അത് പാടുന്ന പോലെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോരോ കാസറ്റാണ് പ്ലേയിങ്, ഓരോരോ CD ആണ് ഇട്ട് വെച്ചിരിക്കുന്നത്, ഓരോരോ ഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഒരാളുടെ പ്രകൃതി പോലെയല്ല വേറെ ഒരാളുടെ പ്രകൃതി. ആ പ്രകൃതിക്കനുസരിച്ച് അവരവരുടെ കയ്യും കാലും കണ്ണും മൂക്കും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ പ്രവർത്തിക്കണം. ആരും സ്വതന്ത്രമല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഇത് ഭഗവാൻ പറയാൻ വേണം, എല്ലാവരും പ്രകൃതിയുടെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ്. അവരവരുടെ പ്രകൃതി അവർ വിചാരിക്കും ഞാൻ അറിവ് കൊണ്ടാടുന്ന, പക്ഷെ പ്രകൃതിയാണ്. പ്രകൃതി പിടിച്ച് ചുഴറ്റിടുന്നു എന്നാണ്. ആ പ്രകൃതി ചുഴറ്റുന്നതിനനുസരിച്ചാണ് നമ്മളൊക്കെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചേതസ സർവകർമാണി, മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ സന്യസിക്കുക. സന്യസിക്കുക എന്ന് വെച്ചാൽ ഭഗവാനിൽ അർപ്പണം ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ സന്യാസം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാണ്. ഇനിയൊക്കെ ഭഗവന്മയമായിട്ട് തീരുമ്പോഴാണ് സന്യാസി എന്ന് പറയുന്നത്. അതാണ് ഭാഗവതം പറഞ്ഞത്, സന്യാസിയാണെങ്കിൽ പോലും ഭഗവത് ഭാവമില്ലെങ്കിൽ ശോഭിക്കില്ല. ശുഷ്കമായ ഒരാൾ സന്യാസിയാണെങ്കിൽ അയാളെ കണ്ട ആർക്കും ഒരു രസം തോന്നില്ല. സന്യാസിയാണെങ്കിൽ പോലും സന്യാസിയിലും ആ ഭഗവത് ഭക്തി, ഭഗവതാരാധനാ ലക്ഷണമായ ധർമ്മം കാണുമ്പോഴാണ് ആളുകൾ കാണുന്നവർക്കൊരു സുഖം. അതില്ലെങ്കിൽ, ആ ആർദ്രഭാവമില്ലെങ്കിൽ, അയാൾ വളരെ ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആർക്കും ഒരു രസം തോന്നില്ല, ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നൈഷ്കർമ്യമപി അച്യുതഭാവവർജിതം ന ശോഭത്തെ എന്ന് പറയും. അയാൾ പണ്ഡിതനാണെങ്കിലും ശരി, ലോകസേവാ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ഈ ഭഗവത് ഭാവവർജിതമാണെങ്കിൽ പ്രകാശിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർമ്മങ്ങളൊക്കെ ഭഗവാന് അർപ്പണം. ഭഗവാൻ എന്ന് പറയുന്ന എലമെന്റ് ഇല്ലെങ്കിലുണ്ടല്ലോ കർമ്മയോഗം എന്ന് പറയുന്ന സാധനം ഇല്ല. കർമ്മയോഗം കൊണ്ടൊന്നും ഈശ്വരപ്രാപ്തി ഉണ്ടാവില്ല. കർമ്മം യോഗമാവുന്നത് ഫലേച്ഛ കൂടാതെ ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ഭഗവതർപ്പണമായി ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് രമണ ഭഗവാൻ ഉപദേശസാരത്തിൽ വളരെ കൃത്യമാണ്. അത് പറയുമ്പോൾ ഈശ്വരാർപ്പിതം, അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. അല്ലാതെ ഫലേച്ഛയില്ലാതെ ചെയ്യലല്ല. ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം. ആ ഈശ്വര തത്വം ഇല്ലെങ്കിലുണ്ടല്ലോ, ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് മാത്രം ശരിയാവുമെങ്കിൽ നമ്മളുടെ ഗ്രൈൻഡറും മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ യോഗികളായിട്ട് തീരും. അവരൊന്നും ഒരു ഫലവും ഇച്ഛിക്കുന്നില്ല, അവർക്കൊന്നും കിട്ടണമില്ല അല്ലേ. ഗ്രൈൻഡറിൽ അരിയിട്ട് അരച്ച് ഇത്ര ദോശ ചുട്ടു, ഒരു ദോശ എങ്കിലും ആ ഗ്രൈൻഡറിന് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഒന്നുമില്ല. അതൊന്നും ഒരു ഫലവും അനുഭവിക്കണില്ല. അപ്പൊ ജഡവസ്തുക്കളും കർമ്മയോഗികളായിട്ട് തീരും. ജഡവസ്തുക്കൾ ഉത്തമ കർമ്മയോഗികളായിട്ട് തീരും. കാരണം അവർ ഒരു കാലത്തും ഒന്നും ചോദിക്കാൻ പാടില്ല. നാളെ റോബോട്ടൊക്കെ വരും എല്ലാ സ്ഥലത്തും പണിയെടുക്കാൻ. അവരൊക്കെ യോഗികളായിട്ട് തീരും. അമ്പലത്തിൽ മേശാന്തിയായിട്ട് നല്ല റോബോട്ട് ഒക്കെ വരും. അപ്പൊ ആ റോബോട്ടൊന്നും ശമ്പളം കൊടുക്കേണ്ട, ദക്ഷിണ ചോദിക്കില്ല, ഭംഗിയായിട്ട് മന്ത്രം ചൊല്ലും, തെറ്റിക്കില്ല, ആഗ്രഹമില്ലാതെ ചെയ്യും, കൃത്യമായിട്ട് അമ്പലം തുറന്ന് പൂജിക്കും. പക്ഷേ ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാൽ അത് ജഡമാണത്. അത് ജഡമാണ്. ഇനിയിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നാലുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞു തരും. നിങ്ങൾക്കത് ടീച്ചറായിട്ട് തീരും. അമ്പലത്തിലെ മേശാന്തിയായിട്ടിരിക്കുന്ന ആള് വേണമെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ വീട്ടിലൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ടാവും, എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചോളാം. എന്തിനാപ്പോൾ പഠിച്ച് മെനക്കെടണം? മൊത്തത്തിൽ അർത്ഥഹീനം. അപ്പോൾ അതിന് അഭിമാനമൊന്നുമില്ല, അതിന് ഉള്ളില് ഭാവമൊന്നുമില്ല, അത് ജീവനൊന്നുമല്ല, അതിന് ചൈതന്യമൊന്നുമില്ല. അതുകൊണ്ട് അത് ചെയ്യണതൊന്നും കർമ്മയോഗമൊന്നും ആവില്ല. അത് ജഡമാണത് അല്ലേ. അതാണ് രമണ ഭഗവാൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു ഉപദേശസാരത്തിൽ, കർമ്മത്തിന് ഒരു വിലയുമില്ല എന്നാണ്.
കർമ്മ കിം പരം കർമ്മ തജ്ജഡം എന്ന് പറഞ്ഞു. വെറും കർമ്മത്തിന് ഒരു വിലയുമില്ല, ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാണ് വില. കർത്തുഹു ആജ്ഞയാ പ്രാപ്യതേ ഫലം. ഈ കർത്താവ് ആരാണ്? ഈശ്വരൻ. ഈശ്വരൻ ആരാണ്? ജീവൻ. ജീവനായിട്ട് ആര് ഇതിന് പുറകിലിരുന്ന് പ്രവൃത്തിയെടുക്കണോ അയാളുടെ അസ്തിത്വം, ആ ചൈതന്യവസ്തു, ആ ബോധമാണ് മുഖ്യം. അപ്പൊ ആ ബോധമില്ലെങ്കിൽ ഈ കർമ്മമൊക്കെ വെറും ജഡമാണ്. അത് നല്ല കർമ്മം ചീത്ത കർമ്മം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഒക്കെ സർജറി, ഹോസ്പിറ്റലിൽ ഇനി സർജറിയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടാണ് ചെയ്യാൻ പോണെന്നാ പറയണത് അല്ലേ? തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ എന്താ, ഹ്യൂമൻ ഫെയിലുവർ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. നല്ല കാര്യമാണ്. ഇപ്പോൾ ആ ഡോക്ടർ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഭാര്യ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ടിട്ടൊന്ന് കുത്തിയാൽ ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ അതൊന്നും ചെയ്യില്ല അത്രേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സർജറി ഹ്യൂമൻ ഫ്ലോ ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ അത് നാളെ ഒക്കെ ചെയ്യും. നേരെ മറിച്ച് നമുക്കൊരു ഹ്യൂമൻ ടച്ച് വേണമെന്ന് പറയുമ്പോൾ അതുണ്ടാവില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ ഡോക്ടർ പാവം നല്ല സ്നേഹമായിട്ട് ചെയ്യണ്ടല്ലോ എന്ന് തോന്നാൻ വഴിയില്ല. കാരണം ഈ സാറിന് ഒന്നുമില്ല, അതിനകത്തൊരു സാറേ ഇല്ല. ഒരു സാരഹീന, അതൊരു സാരഹീന, അസാര അസാര കലു റോബോട്ട ദുഃഖരൂപി വിമോഹ. അതാണ്, അതൊരു സാറൊന്നുമില്ല അവിടെ, ആളില്ല എന്നർത്ഥമാണ്. ആളൊഴിഞ്ഞ് കിടക്കുകയാണ്, പണിയൊക്കെ നടക്കുന്നുണ്ട്, ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിൽ ആ ആളിനാണ് മുഖ്യത്വം. ആ ആളില്ലെങ്കിൽ ഒന്നും അർത്ഥമല്ല. അതാണ് നമ്മൾ ഇനി കാണാൻ പോണ കാര്യം. അപ്പം അതുകൊണ്ട് എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ അതൊക്കെ തന്നെ ആ അന്തര്യാമിയായ ദേവന്, ആ ഭഗവാന്, ആരമ്മയാണോ അച്ഛനാണോ ബന്ധുവാണോ ഗുരുവാണോ സുഹൃത്താണോ അവിജ്ഞാത സഖാവാണോ എല്ലാമായിട്ടിരിക്കുന്ന ഈശ്വരന് പ്രിയമായി അർപ്പണം ചെയ്യുന്നതിന് പേരാണ് സന്യാസത്രയം. ഇപ്പൊ സന്യാസത്തിനെ കുറിച്ചുള്ള വിശകലനം വന്ന് എവിടെ വന്ന് നിന്നു?